പിന്നെ കൈരളി സ്വരലേ യേശുദാസ് അവാർഡ് 2000 ആദ്യത്തെ വർഷമാണ്. അതാണ് ശരിക്കും റിയാലിറ്റി ഷോയുടെ ഒക്കെ ഒരു തുടക്കമാണ് കൈരളി ചാനലിൽ വന്നത്. അപ്പം അന്ന് അതൊരു വലിയ കോമ്പറ്റീഷനാണ്. ദാസങ്ങളുടെ പേരിലുള്ള അവാർഡ് എന്നുള്ള രീതിയിലാണ് അത് പിൻ ചെയ്യുന്നവർക്ക്. അന്നത്തെ ക്യാഷ് പ്രൈസ് 25,000 ആണ്. അത് അന്നത്തെ വലിയൊരു എമൗണ്ട് ആണ്. അപ്പം അത് കഴിഞ്ഞ് ദാസങ്ങളുടെ കൂടെ ഷോസ് ചെയ്യാൻ പറ്റി. 2-3 ഷോസ് അത് ആ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ ചെയ്തു. വലിയ ഭാഗ്യമായിട്ട്. അന്ന് ഞാൻ +1 പഠിക്കുമ്പോൾ അത് മറക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷെ അതുപോലെ ഒരു ക്രൗഡായിരുന്നു അവിടുത്തെ. കൊടുങ്ങല്ലൂർ ആലുവയിലൊക്കെ ചെയ്ത ഷോസ്. രാധേ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഒരു പ്രോഗ്രാം എനിക്കൊന്ന് ചിത്രേച്ചി ഉണ്ടായിരുന്നു ദാസങ്ങളുടെ ഷോയ്ക്ക്. അപ്പൊ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. നല്ല നല്ല പാട്ടുകൾ ദാസങ്ങളുടെ ഡ്യുവറ്റ്സ് പാടാൻ പറ്റിയ. അന്ന് ഹിന്ദിയും പാടി വിജയ് ഉണ്ടായിരുന്നു. അപ്പം ഹിന്ദിയും പാടി പിന്നെ മലയാളവും പാടി. പഴയ പാട്ടുകളൊക്കെ അതെ അതെ. ദാസങ്ങൾ അന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഫുഡില് എന്തൊക്കെ ശ്രദ്ധിക്കണം, പാട്ട് പാടുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം, സ്റ്റേജിൽ പാടുമ്പോ എങ്ങനെ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം നമുക്ക് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അവരുടെ കൂടെ പാടാൻ പറ്റുക, അവരുടെ കൂടെ ഉള്ള ടിപ്സുകൾ ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യണതാണ്. എല്ലാവരും ഒരു സ്വപ്നമാണല്ലോ പാടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് എല്ലാവരും ഒരു ഡ്രീമാണത്. അതെ.